ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ഉസ്താന്റെ ചെറുപ്പകാലഘട്ടം. ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് മക്കളെ രണ്ടുപേരെ പഠിപ്പിക്കാൻ വിട്ടത്. മഴ പെയ്താൽ വീട്ടിലേക്ക് വെള്ളം ചോർന്നു വീഴും. അങ്ങനെ ആ ഒരു ഫേസിലൂടെ ആയിരുന്നു ഉസ്താന്റെ ബാല്യകാലം മൊത്തം. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് കാണാൻ നമ്മൾ കബീർ ബാക്കി ഉസ്താദ് കാണുന്ന ആ ലൈഫിലേക്ക് ഉസ്താദ് എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു സ്ഥാനമാണ് കബീർ ബാക്കി ഉസ്താദ്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നു, സോഷ്യൽ മീഡിയയിൽ കാണുന്നു, പ്രസംഗം കേൾക്കുന്നു. അപ്പോൾ ഹംദാൻ ഫൗണ്ടേഷൻ ചെന്നിട്ട് സ്ഥിരം കാണുകയാണ്, മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു ഉസ്താദിന്റെ കണ്ടതിന്റെ ഒരു സ്റ്റാർഡം എഫക്റ്റ് പോയി. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഉസ്താദിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷനാണ്. കാരണം ഉസ്താദിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഉസ്താദ് എപ്പോഴും പറയാത്, ഉസ്താദിന്റെ ഹിസ്റ്ററി അറിയാവുന്നവർക്കറിയാം. ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ഉസ്താദിന്റെ ചെറുപ്പകാലഘട്ടം. ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് മക്കളെ രണ്ടുപേരെയും പഠിപ്പിക്കാൻ വിട്ടത്. അപ്പം അങ്ങനെ ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞൊരു പണ്ടത്തെ മഴ പെയ്താൽ വീട്ടിലേക്ക് വെള്ളം ചോർന്നു വീഴും. അങ്ങനെ ആ ഒരു ഫേസിലൂടെ ആയിരുന്നു ഉസ്താദിന്റെ ബാല്യകാലം മൊത്തം. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ആ ഒരു ലൈഫിൽ നിന്ന് ഇന്ന് കാണാൻ നമ്മൾ കബീർ ബാക്കി ഉസ്താദ് കാണുന്ന ആ ലൈഫിലേക്ക് ഉസ്താദ് എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട, ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കലും, എന്നുവെച്ചാൽ ഞാൻ കടന്നുപോയ ദുരന്തങ്ങളൊന്നും ഒരിക്കലും എൻ്റെ മക്കളോ എൻ്റെ വിദ്യാർത്ഥികളോ ഒരിക്കലും കടന്നു പോകരുതെന്ന്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയാണ് കബീർ ബാക്കി ഉസ്താദ്.